നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെക്കുറിച്ച് മാത്രമല്ല, ഒട്ടുമിക്ക സിനിമാ മേഖലയെക്കുറിച്ചും സിനിമ ഉണ്ടായ കാലം മുതൽ ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെടുത്തി ഒട്ടേറെ കഥകളും അപവാദങ്ങളും ഒക്കെയുണ്ട്. ഏറെയും കുറഞ്ഞുമൊക്കെ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നവർ കലാകാരന്മാരാണ്. അത്തരത്തിലൊക്കെ ഉണ്ടായിരുന്ന മേഖല കൂടിയാണ് സിനിമ. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ എല്ലാ സീമകളും ലംഘിക്കപ്പെട്ട മലയാള സിനിമയിലേക്ക് രാസലഹരി അടക്കമുള്ള അതിമാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് മലയാളത്തിലെ പ്രമുഖ നടന്മാർ, അതോടൊപ്പം തന്നെ സംവിധായകർ, മറ്റ് ടെക്നീഷ്യന്മാർ, അത്തരം മേഖലയിലുള്ളവർ കൂടുതലായി കടന്നു വരുന്നു. ഇവരൊക്കെ പലപ്പോഴും മികച്ച സംവിധായകരോ അല്ലെങ്കിൽ നടന്മാരോ ഒക്കെ ആവാം. പക്ഷേ ഇവർ നൽകുന്ന സന്ദേശം എന്താണ്? ഈ ഇൻഡസ്ട്രി ആകെ, പുതിയ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരേണ്ട ആളുകൾ, സിനിമ സ്വാധീനിക്കപ്പെടുന്ന വലിയൊരു ഭാഗം ചെറുപ്പക്കാരായ മനുഷ്യർ, ഇവരെ ആകെ സ്വാധീനിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ മാരകമായ ലഹരിയിലേക്ക് അടിപ്പെടുകയും അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരമൊരു വലിയ തിരുത്തൽ, ഒരാൾ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് കരുതി അവർ മദ്യപിക്കുന്നില്ലേ അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയല്ല. അവർ അതിൻ്റെ ഭാഗമായി ഒരു വലിയ തിരുത്തൽ വരുത്തേണ്ട അപകടകരമായ ഒരവസ്ഥയിലേക്ക്, മറ്റ് ഇതര മേഖലകളിലൊക്കെ സമാനമായ ലഹരിയില്ലേ എന്ന് ചോദിച്ചാൽ അവിടെയും ലഹരിയുണ്ട്. പക്ഷേ ഈ സിനിമാ മേഖല അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തായാലും കടന്നു പോയിരിക്കുന്നു. ആ മേഖല ഒരുപാട് പേരെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരുത്തൽ ആവശ്യമായി തന്നെ നിൽക്കുകയാണ്. ആ വിഷയമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, ഇന്നും രണ്ട് പ്രമുഖരായ സംവിധായകരെയാണ് കഞ്ചാവുമായി പിടികൂടിയത്. നേരത്തെയും കേരളത്തിലെ പ്രധാനപ്പെട്ട നടന്മാരുടെ പേരിൽ ഒക്കെ ഇത്തരം കേസുകളൊക്കെ നിരന്തരം വരുന്നു. ഈ സിനിമാ മേഖലയിലെ നിരവധി ആളുകൾ ഇത്തരം മാരകമായ മയക്കുമരുന്നിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഈ രണ്ട് വ്യക്തികളെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുക. അവരെന്തൊക്കെയാ വിട്ടതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതാദ്യം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇവർക്ക് ജാമ്യം കൊടുക്കരുത്. അവർക്ക് ശ്രീ കുഞ്ഞഹമ്മദ്, അത് ഈ നിയമവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ്. അതിൽ അത്തരം കാര്യങ്ങൾ, ചില അളവും കാര്യങ്ങളും ഒക്കെ നിയമത്തിലുണ്ട്. അത് നമ്മൾ ജാമ്യം കൊടുക്കുകയോ നിയമപരമായ വിഷയത്തിന് അപ്പുറത്തേക്ക് നമുക്ക് ഇതൊന്നും ഈ നിയമത്തിന് മാത്രം കൊണ്ട് പോരല്ലോ. എന്റെ അഭിപ്രായം പറയാനേ. ശരി. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, സ്വാഭാവികമായും മറുചോദ്യം ചോദിക്കാം, മറ്റെല്ലാ മേഖലയിലും ലഹരി ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ മറ്റ് പല മേഖലകളെയും പോലെയല്ല സിനിമാ മേഖല. ഒട്ടേറെ ജനങ്ങളെ, ഒട്ടേറെ ചെറുപ്പക്കാരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നൊരു മേഖലയാണ്. അവിടെ മറ്റ് പല മേഖലയിൽ നിന്നും പുറത്തു വരുന്നതിനേക്കാൾ കൂടുതൽ വാർത്തകളുമൊക്കെ എന്തായാലും വരുന്നുണ്ട്. അവിടെ ഈ ലഹരി എന്നൊക്കെ പറഞ്ഞാൽ മദ്യമൊക്കെ വിട്ട് അവർ മാരകമായ ലഹരിയിലേക്കൊക്കെയാണ് പല സിനിമാക്കാരുമായി ബന്ധപ്പെട്ടും കേസുകളും വാർത്തകളും ഒക്കെ വരുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ കലകള് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് ജന്മസിദ്ധമായിട്ടായിരിക്കും, അല്ലെ നാച്ചുറലായിട്ട് കിട്ടുന്നത്. അത് നശിപ്പിക്കുകയും കുറേ എണ്ണം കാരി കൂട്ടിയിട്ട് ഇങ്ങനത്തെ വൃത്തിയായിട്ട, അതുമല്ല ജനങ്ങൾ ഒരു എന്റർടൈൻമെന്റിനായി സിനിമ കാണുന്നു. സിനിമാ മേഖലയിൽ കൂടുതൽ എല്ലാത്തിലും ഉണ്ട്. പക്ഷേ എന്റർടൈൻമെന്റ്, ജനങ്ങളെ പൈസയും പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കംഫർട്ടബിൾ റിഫ്രഷിംഗ് കൂളായി ഈറ്റകൾ ഇങ്ങനെ കളിച്ച് എന്നിട്ട് പല ഇതും എങ്ങനെയാണ് ഹീറോയിനെയും പെൺകുട്ടികളെല്ലാം നമ്മൾ വിശ്വസിച്ചിട്ട് ഈ കലിയോട് താല്പര്യമുള്ള ഈറ്റകളൊക്കെ എടുക്കാൻ ഈ സിംഹത്തിന്റെ മടയിൽ വിട്ടുകൊടുക്കുക. ഇതെല്ലാം ശ്രദ്ധിക്കണ്ടേ? ആദ്യമേ ഒന്നുമില്ല, അടക്കിയ മടിയിൽ കഴുകാലിന് മടിയിൽ വെക്കാൻ പറ്റുക. ജനങ്ങള് വിദ്യകളാക്കുക. പിന്നെ തലച്ചോറും ബന്ധുവും ഭ്രാന്തന്മാരായിട്ടല്ലേ മാറുക. ക്യാൻസർ വരും, എന്തെല്ലാം. ശ്രീ മുരളിയാണ് കൊല്ലത്തുനിന്നും. ശ്രീ മുരളി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മലയാള സിനിമയിൽ ഒരു സമഗ്രമായ തിരുത്തലിന് സമയം ആയോ? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. ഇന്നത്തെ സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റും വളരെ അത്യാവശ്യമായ ഒരു സബ്ജക്റ്റുമാണ്. ശരി, പറഞ്ഞു. ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഏത് ഏത് വ്യക്തികളായാലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് വലിയ ഒരു ആപത്ത് തന്നെയാണ്. അതിനെ സിനിമയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് അവർക്ക് കൺസെഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ അതാണ്. ലഹരി ഉപയോഗിക്കുന്നവര് അവര് സിനിമയിലെ ഒരു വലിയ ഫിഗർ ആയതുകൊണ്ട്, വലിയ നടന്മാരൊക്കെ ആയതുകൊണ്ട്, അല്ലെ സംവിധായകരായതുകൊണ്ട് അവർക്ക് ഇളവ് കൊടുത്ത് വിടുന്ന ഒരു രംഗമാണ്. ശ്രീ അഹമ്മദ് ബാവയാണ്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല, മോശപ്പെട്ടതാണ് താനും. നമസ്കാരം. നമസ്കാരമുണ്ട്.
ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ സിനിമയിലെ ലഹരി ഉപയോഗം. 1982 ഞാൻ ഗൾഫിൽ ചെല്ലുന്നു. 90 മുതൽ ഞാൻ കുറെ കാലം ഈ പ്രോഗ്രാം നടന്മാരെ നടികളെയും ഒക്കെ കൊണ്ടുവന്ന് പ്രോഗ്രാം നടത്തുന്ന ഒരു ടീമിന്റെ ഒന്നിച്ച് ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഒരു സിനിമാ നടി ഈ മദ്യം കഴിച്ചിട്ട് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ ഇന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോ തന്നെ അതേ ഒരു സിനിമാ നടി അവരുടെ പ്രാർത്ഥന ടൈം ആയപ്പോ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതും കാണാൻ എനിക്ക് ഇട വന്നിട്ടുണ്ട്. അപ്പോ അന്ന് ഇതുപോലുള്ള ചാനലുകളോ ചർച്ചകളോ ഒന്നുമില്ല. മാധ്യമത്തിൽ കൂടി അറിയുന്ന ഒരു വാർത്തകൾ മാത്രമാണ്. ഇന്നിപ്പോ ഏതിലെ പോയാലും ക്യാമറകളും കണ്ണുകളും ഒക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇത് ശ്രീ അഹമ്മദ് ബാബ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ മുൻകാലങ്ങളിലുമൊക്കെ ലഹരിയുടെ ഉപയോഗമൊക്കെ ഉണ്ട്. പക്ഷെ അന്നൊക്കെ ഉള്ളതുപോലെ അല്ല. ഇന്നിപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി. അല്ലെങ്കിൽ അന്ന് ആളുകളെ കൂടിയാൽ മദ്യം കഴിക്കുകയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയോ ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ മുറുക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതിനേക്കാളൊക്കെ കൂടുതൽ വ്യാപിച്ചു നിൽക്കുന്നത് രാസലഹരിയൊക്കെയാണ്. MDMAയും ആ തരത്തിലേക്കുള്ള ആളെ കൊല്ലുന്ന, അധിക വർഷങ്ങളും പോലും വേണ്ട ആളെ കൊല്ലാൻ, അത്ര മാരകമായ ലഹരിയാണ് പ്രചരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. വളരെയധികം ഇത്രത്തോളം ഇത് വരുന്ന ലഹരി ഉപയോഗത്തിന്റെ അമിതമായിട്ടുള്ള ഇത് വരുന്നു. ഇപ്പൊ ഇവരെയൊക്കെ അനുകരിച്ചുകൊണ്ടോ ഒക്കെ അതിനൊക്കെ ഓരോ ടീം അതും ഇറങ്ങുന്നു. അപ്പൊ നമ്മളെ അതൊക്കെയാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവർ കൂടിയാണ്, കൂടുതൽ ശേഷിയുള്ളവരാണ് സിനിമാ മേഖലയിലുള്ളവർ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, ഈ സിനിമാ മേഖല എന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായും ചോദിക്കാം, മറ്റു മേഖലയിൽ ലഹരിയില്ലേ? പല മേഖലകളിലുമുണ്ട് ലഹരി. പക്ഷേ ഈ സിനിമാ മേഖലയെ വലിയ രീതിയിൽ ചെറുപ്പക്കാരെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ്. അവിടേക്കാണ് ഇപ്പോൾ ഈ മാരകമായ ലഹരി വസ്തുക്കളൊക്കെ വലിയ തോതിൽ പ്രചരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. സിനിമ ഇപ്പൊ ലഹരിയുടെ പിടിയിൽ തന്നെയാണ്. നമ്മുടെ ഈ മലയാളം സിനിമ ഫീൽഡ് ഏത് രീതിയിൽ എങ്ങോട്ട് പോകുന്നെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്താ ഇന്നലെ സിനിമാ നടന്മാരെ പിടിച്ചെങ്കിൽ ഇന്ന് സംവിധായകരെ പിടിച്ചേക്കുന്നെന്ന്. എന്നിട്ട് പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ അങ്ങ് വിടുക. അപ്പം പിന്നെ അത് കൂടുതൽ ആവത്തയല്ലേ ഉള്ളൂ കിരണേ. ഇതിന് കർശനമായിട്ടൊരു നിയമം ഉണ്ടാവണം. ഇവന്മാരെ അവര് നിയമം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ആരും സിനിമ കാണാൻ പോകരുത്. അങ്ങനെ ശിക്ഷിക്കണം. അതാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ. കാരണം കുഞ്ഞു മക്കളൊക്കെ ഈ സിനിമാ നടന്മാരുടെ പുറവിന് അവര് കാണിക്കുന്നതൊക്കെ കാണിക്കുക. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്ന കാണുമ്പോ അവർക്കും കൂടെ അതൊരു നല്ല ഇതിങ്ങനെ കൊള്ളാവല്ലോ എന്ന് തോന്നും. അതുകൊണ്ട് നമ്മൾ വളർന്നു വരുന്ന തലമുറയെ പോലും കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു ഇടപാടാണ് ഈ മലയാള സിനിമ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രവിജി ഇറ്റലിയിൽ നിന്ന് പറയുന്നു, ലഹരി കയ്യിൽ പിടിച്ചിരിക്കുന്ന സിനിമാക്കാർ എന്ന് തിരുത്താൻ അപേക്ഷ എന്ന് പറയുന്നു. നമ്മൾ സിനിമ ലഹരിയുടെ പിടിയിലോ എന്ന് ചോദിച്ചത് അങ്ങനെ എല്ലാ സിനിമാക്കാരും ലഹരിയുടെ പിടിയിലാണെന്ന, സിനിമാ മേഖല മൊത്തം അങ്ങനെ ഉദ്ദേശിച്ചല്ല, സിനിമാ മേഖലയിൽ നിന്ന് അങ്ങനെ വരുന്നു. അപ്പോൾ അതിനൊരു തലക്കെട്ട് ആ തരത്തിൽ നൽകുന്നുള്ളത് പ്രേക്ഷകർക്ക് ആ ഉദ്ദേശശുദ്ധി മനസ്സിലാവും എന്ന് തോന്നുന്നു. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കാത്ത, നന്നായി സിനിമ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സിനിമാ മേഖലയിൽ എല്ലാ കാലത്തുമുണ്ട്. ഇത് ചുരുക്കം ചില ആളുകളാണ് അത്തരത്തിൽ സിനിമയെ ആകെ മോശക്കാരാക്കുന്നത്. സുനിമോൾ പറയുന്നു, സിനിമാ മേഖലയിൽ തിരുത്തൽ അത്യാവശ്യമാണ്. സിനിമാ മേഖലയിലുള്ളവർ ലഹരിക്കടിമകളാവുകയാണ്. ഇതൊക്കെ കാണുന്ന കുട്ടികൾക്ക് പ്രചോദനമാകാറുണ്ട്. ലഹരിയുമായി പിടികൂടുന്നവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നു. ശരിയാണ് സുനിമോൾ പറഞ്ഞത്. മറ്റ് കുട്ടികളെയൊക്കെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരാണ്. അതുകൊണ്ട് സവിശേഷമായ പ്രാധാന്യം ഈ മേഖലയ്ക്ക് നൽകേണ്ടതുണ്ട്. ന്യൂജൻ ഒരൊറ്റ രസമാണുള്ളത്. രൗദ്രം കട്ടക്കലിപ്പ് എന്ന് പറയുന്നു. സിനിമയിൽ മാത്രമേ ഉള്ളൂ എന്ന് സഫൽ യൂനസ് ചോദിക്കുന്നു. സഫൽ യൂനസ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, സിനിമയിൽ മാത്രമല്ല ഉള്ളത്, മറ്റു പല മേഖലകളിലുമുണ്ട്. പക്ഷേ സിനിമയിലെ ലഹരി ഉപയോഗം, അതിനെ നമ്മൾ പ്രത്യേകമായി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ സിനിമക്കാർ ഒരുപാട് പേരെ സ്വാധീനിക്കുന്ന ആളുകളാണ്. ഒരുപാട് പേർ കുട്ടികളൊക്കെ സിനിമക്കാരെ കണ്ട് അവരെ അനുകരിക്കുകയും അത്തരം ജീവിതശൈലിയിലൊക്കെ മാറുകയൊക്കെ അവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമാ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകണം. ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, ഈ ന്യൂജൻ കക്ഷികളൊക്കെ ഇപ്പോൾ ഏറ്റവും അവസാനം രാസലഹരിയിലേക്ക് വരെയാണ് നിൽക്കുന്നത്. എത്ര വർഷം ഓരോരുത്തർക്കും ഇങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് ആരോഗ്യത്തോടുകൂടി നിൽക്കാൻ കഴിയും എന്ന് പോലും അറിയാത്ത അവസ്ഥ. നമസ്കാരം. നമസ്കാരമുണ്ട്. ഓക്കെ, എനിക്ക് പറയാനുള്ള കാര്യം, ഈ സിനിമാ ലോകം മദ്യലഹരി എന്ന് കേട്ടാൽ അത് ഞാൻ സമ്മതിച്ചു തരില്ല. കാരണം നമ്മളെ പണ്ട് ലഹരിയൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോഴും തന്നെ എത്രയോ കലാകാരന്മാർ, സമുദായന്മാർ നല്ല നല്ല പടങ്ങൾ നമുക്ക് ഇന്ത്യയിൽ, കേരളത്തിൽ കാണിച്ചു വെച്ചവരാണ്. എന്തെല്ലാം പടങ്ങൾ കണ്ടവരാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ അടുത്ത പുതുതലമുറയുടെ സംവിധായകന്മാരും നിർമ്മാതാന്മാർ ചെയ്യുന്ന വേലയാണത്. അത് അവർ ഇന്നത്തെ കാലത്തിന്റെ
ഈ എന്താ പറയുക, നമ്മളിപ്പോ കോളേജ് പഠിക്കുന്ന പിള്ളേരും വീട്ടിലുള്ള പിള്ളേരും ഉപയോഗിക്കുന്നു. പക്ഷെ എന്താണ് കലയുടെ വില, എന്താണ് കല രീതി അവർക്കറിയില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ അവരെ പിടിച്ചിട്ട് 1 ഗ്രാം 2 ഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യത്തിൽ വിടുന്നു. അപ്പൊ ഞാൻ കേൾക്കട്ടെ, ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യ മഹാരാജ്യത്തിൽ ഇവർക്ക് ഇതിന് വലിക്കാൻ പാടില്ല, അത് നിരോധിച്ചതാണ്. മദ്യം കഴിക്കാം, അത് റോട്ടിൽ പബ്ലിക്കായിട്ട് മദ്യം കഴിച്ചാൽ പിടിക്കും, അവർക്ക് കൊണ്ടുപോകും, പെറ്റിയടിക്കും, വിടും. പക്ഷേ അത് ഒരു തുള്ളി ഒരു ബീർ കഴിച്ചാലും ശിക്ഷ കൊടുക്കുകയാണ്. പക്ഷെ 1 മില്ലിഗ്രാം 2 മില്ലിഗ്രാം 5 മില്ലിഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ജാമ്യം കൊടുക്കേണ്ട വകുപ്പ് എന്താ? ഇവരെ പിടിച്ചിട്ട് 500 400 കിലോ ഇറച്ചി, 300 ഗ്രാം മീൻ, ഇതെല്ലാം ജയിലിൽ കടന്ന് തിന്നു കൊഴുത്ത് വെളിയിറങ്ങി വരും. പിന്നെ ഒന്ന് കട്ട് ചെയ്യില്ല ഫോണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിൽ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ കേരള ഒട്ടാകുള്ള 4685 ഉദ്യോഗസ്ഥന്മാരാണ്. 4685 ഉദ്യോഗസ്ഥന്മാരാണ്. ഇവരെയൊക്കെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? എന്നിട്ട് പോലും ഈ പാവ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ബിനോയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല, മോശപ്പെട്ട വാർത്തകളാണ്. മെച്ചപ്പെട്ട സിനിമകളും മലയാള സിനിമയും എല്ലാ കാലത്തും ലോക സിനിമയുടെ മുന്നിലൊക്കെ അടയാളപ്പെടുത്താൻ കഴിയുന്ന അത്തരം അഭിമാന അടയാളങ്ങളൊക്കെ ഉള്ള സിനിമാ മേഖലയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ആളുകളെ കുറിച്ച് പറയുന്ന വാർത്തകൾ തീരെ മോശപ്പെട്ടതാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും കിരണെ, നമ്മളിത് എല്ലാവരും ഇത് എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ കിരൺ സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയാകുമ്പോൾ നമ്മളുടെ ഒരു സംസ്കാരത്തെയും നമ്മളുടെ മറ്റുമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് എപ്പോഴും ആളുകൾ നോക്കുന്നത് സിനിമയിലേക്കാണ്. അപ്പൊ ആ മേഖല തന്നെ ഇങ്ങനെ ലഹരിക്ക് അടിമയാവൂ എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിനും പുതിയ തലമുറയ്ക്കും തരുന്ന ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. അപ്പൊ ആ പ്രവണത ഒഴിവാക്കണം. കാരണം ഈ കഴിഞ്ഞ നാളുകളായി കുറേ നാളുകളിൽ വരുന്ന സിനിമകളെല്ലാം ഇതിനൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ അർത്ഥം ഇവരെല്ലാം ലഹരിക്ക് അടിമ തന്നെ എന്നുള്ളതാണ്. അവരുടെ സ്വന്തം ജീവിത ചരിത്രമാണ് സത്യത്തിൽ ഇന്നലെ ആരോ ഒരാൾ പറയുന്ന കേട്ട്. അവരുടെയൊക്കെ സ്വന്തം ജീവിത ചരിത്രമാണ് ഇപ്പൊ സിനിമയിലൂടെ. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സൈനദാസനാണ് മലപ്പുറത്തു നിന്നും. ശ്രീ സൈനദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? സാർ, കോഴിക്കോടാണ്. കോഴിക്കോട്. സാർ, പിന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ഒരു മേഖലയാണ് ഈ സിനിമാ മേഖല. എല്ലാവർക്കും ഇല്ല, കാരണം ഏറ്റവും കൂടുതൽ പണം ഇറങ്ങുന്നു അവിടെ. കള്ളപ്പണവും വെള്ളപ്പണവും എല്ലാം ഇറങ്ങുന്നത് സിനിമാ മേഖലയാണ്. ഒന്നത്. അപ്പോ ഇവർക്കുള്ള പ്രതിഫലമൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാം. പിന്നെ സാർ, ടീനേജ് പ്രായത്തില് രക്ഷിതാക്കൾ കുട്ടികളെ ഒന്ന് വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയോ, 14-15 വയസ്സിലാണ് തുടങ്ങുന്നത് ഈ പരിപാടിയൊക്കെ. അപ്പോൾ ഒരു 19 വയസ്സ് വരെയൊക്കെ കുട്ടികളെ രക്ഷിതാക്കൾ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ ഇതിന് മാറ്റം വരുത്തും. പിന്നെ സമൂഹത്തിൽ മറ്റുള്ളവരെല്ലാവരും ചെയ്യണം ഇതിനു വേണ്ടിയിട്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകും മുമ്പ് 1-2 കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. 228 സിനിമകൾ 2024 ചൂടപ്പം പോലെ വിറ്റഴിക്കുന്ന വിൽപ്പന, കലയല്ല വെറും കച്ചവടം മാത്രം എന്ന് പറയുന്നു. പണ്ട് സിനിമ, മദ്യം, പണ്ടാരത്തീറ്റ, സുഖവാസം ഇതൊക്കെ നിർമ്മാതാവിൻ്റെ ചെലവിൽ. ഇപ്പോൾ മയക്കുമരുന്ന്, കാരവൻ പരിപാടിയുമെന്ന് ജി ചന്ദ്രശേഖര മേനോൻ പറയുന്നു. എന്തായാലും ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലെ ഇപ്പോഴത്തെ ഈ അപജയത്തെ വിലയിരുത്തുക? കിരൺ ബാബു, നമുക്കൊരു നിയമം കൊണ്ടും നിരോധിക്കാൻ പറ്റൂല. ഇത് ഈ ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെ അവർ ചിന്തിക്കണം. നമ്മൾ കാരണം ഇത് ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്, ഇനിയെങ്കിലും നമ്മൾ ഇന്ന് പിന്മാറണം എന്ന് ഇവർ ചിന്തിക്കാത്ത. നമുക്കറിയാം, നമ്മുടെ പ്രശസ്തനായ പഴയ സിനിമ നടന്മാരെ തന്നെ ഇപ്പൊ ജോൺ എബ്രഹാം ഒരു കാലത്ത് എത്ര പേരുടെ നടനായിരുന്നു. നമ്മുടെ കവി അയ്യപ്പൻ, നമ്മുടെ മാധ്യമപ്രവർത്തകൻ നവാബ് രാജേന്ദ്രൻ, ഇങ്ങനെ വെഞ്ഞാതെ തുടങ്ങാവുന്ന ആൾക്കാർ ഈ മദ്യത്തിന്റെ മയക്കുമരുന്ന് അടിമയായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെന്നെ തീരുമാനിക്കുക. ഈ വിനായകരും മറ്റേ വാസിയും മറ്റേ ഈ ആൾക്കാരൊക്കെ ഇവരെന്നെ തീരുമാനിക്കുക. ഈ നാട്ടുകാർക്ക് മൊത്തം നമ്മൾ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞില്ലേ കിരൺ ബാബു, ഞാൻ അനുഭവിച്ച ആളാണ്. ഞാൻ എന്റെ സ്വന്തം മനസ്സോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും ഞാൻ 20 വർഷമായി പുകവലിക്കാതെ പൂർണ്ണമായിട്ടും ഞാൻ ഇത് ഒഴിവായ ആളാണ്. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലെ ഈ പുകവലിച്ചുകൊണ്ട് ശ്വാസം മുട്ട് അനുഭവിക്കുന്ന എല്ലാ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പറയാനുള്ളത്, നിങ്ങൾ പുകവലി നിർത്തിയാൽ തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും. അല്ലാതെ നമ്മൾ ആരും പറഞ്ഞു കൊടുത്ത കാര്യമില്ല. ഇപ്പൊ സ്വന്തമായി തീരുമാനിക്കണം കിരൺ ബാബു.
അത് വളരെ പ്രധാനമാണ്. ശ്രീ ദാസൻ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനം. നിയമം കൊണ്ടൊന്നുമല്ല ഇത് യഥാർത്ഥത്തിൽ തടയേണ്ടത്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള തീരുമാനങ്ങളാണ് വേണ്ടത്. അതിനവനെ പ്രാപ്തനാക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവണം. അത്തരം പ്രാപ്തനാക്കാൻ കഴിയുന്ന ഗാർഹിക അന്തരീക്ഷം ഉണ്ടാവണം. അത് സ്വയം അങ്ങനെ തോന്നാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റാൻ കഴിയണം. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. വളരെ ദാസൻ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൂടിയാണ് പറഞ്ഞത്. അദ്ദേഹം ഇതിൽ നിന്നെല്ലാം മോചിതനായി പുറത്തു വന്ന ഒരാളുടെ ഉപദേശമായി അല്ലെങ്കിൽ അയാളുടെ അനുഭവമായി കണ്ട് തന്നെ ഇത് ഏത് തലമുറയിലെപ്പെട്ട ഏത് മനുഷ്യനും പഠിക്കേണ്ടത് തന്നെയാണ് ശ്രീ ദാസൻ്റെ വാക്കുകൾ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിജയനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, ഈ സിനിമാ മേഖലയിൽ നിന്ന് ഇന്നും പിടിച്ചത് 2 സംവിധായകരെയാണ് പിടിച്ചത്. കഴിഞ്ഞ ദിവസം ചില നടന്മാരെയൊക്കെ പിടിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു. മറ്റു ചിലർക്ക് ഹൈബ്രിഡ് കഞ്ചാവുമായി 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി വന്നത് സിനിമാ മേഖലയിൽ വിൽക്കാനാണെന്ന് കച്ചവടക്കാർ പറയുന്നത്. അതിൻ്റെ ശരിതെറ്റൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സിനിമാ മേഖലയിൽ ഇത് മറ്റു മേഖലകളിലേക്കാൾ ഒരു പരിധിയിൽ കൂടുതലൊക്കെ ഉപയോഗമുണ്ട് എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കൂടുതൽ കേസുകളൊക്കെ വരുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്തേ സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് ഇവര് പണ്ടും ഇതേപോലെ സിനിമാ നടന്മാരും സംവിധായകരും എല്ലാവരും ഈ നാട്ടിലുണ്ടായിരുന്നതല്ലേ. പഴയ സത്യൻ, നസീർ, സുകുമാരൻ, മധു, ഇവരെല്ലാരും പണ്ട് അഭിനയിക്കുകയും സംവിധായകന്മാർ ഒരുപാട് പേരുണ്ട്. അവരാരും ഇതേപോലുള്ള ഇപ്പൊ ഇതിന്റെ ഒരു ഭാഗമായിട്ട്, സിനിമയുടെ ഒരു ഭാഗമായിട്ട് അവർ മാറ്റിയേക്കുക. അപ്പൊ അത് നമ്മൾ ജനങ്ങള് ഇത് സിനിമ കാണുന്ന പരിപാടി ഒഴിവാക്കി അവരെ ഇതിനകത്തുനിന്ന് മാറ്റി നിർത്താനുള്ളൊരു സംവിധാനം നോക്കണം. നിയമവും കാര്യങ്ങളും ഒന്നും ഇവിടെ വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. എക്സൈസ് വകുപ്പായാലും ആഭ്യന്തര വകുപ്പായാലും ഒന്നും കൃത്യമായ രീതിയിൽ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് ആരെയും ഭയവുമില്ല. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ചിലരൊക്കെ ഇന്നലെ വന്നിരുന്നോ ഇന്ന് വന്നോ എന്നൊക്കെ സുഖാന്വേഷണങ്ങളൊക്കെ അതിൽ നടത്തുന്നുണ്ട്. ശിഖരം വെട്ടിയിട്ട് കാര്യമുണ്ടോ, അടിവേര് മുറിക്കണ്ടേ, മോഹനൻ ES ചോദിക്കുന്നു. അത് ഏറ്റവും പ്രധാനം അതുതന്നെയാണ്. എപ്പോഴും ഈ ഏറ്റവും അവസാനം വരുന്ന ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവർക്ക് കൊണ്ടു കൊടുക്കുന്ന ഏറ്റവും ചെറുകിടക്കാരനായ കച്ചവടക്കാരൻ, ഇത്തരം ആളുകളൊക്കെയാണ് പലപ്പോഴും എക്സൈസായാലും പോലീസായാലും പിടിക്കുന്നത്. ഇവിടേക്കൊക്കെ ഇതൊക്കെ എത്തിക്കുന്ന വൻകിടക്കാർ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് എവിടുന്ന് വരുന്നു, ഇന്ത്യയിലേക്ക് എവിടുന്ന് വരുന്നു, അത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അത്തരക്കാരെയാണ് ആദ്യം പിടിക്കേണ്ടത്. അവരെ പലപ്പോഴും അവർ പിടിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ ചെറുകിടക്കാരൊക്കെ പലപ്പോഴും പിടിക്കപ്പെടുകയും നിയമത്തിൽ ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണനാണ് പോത്തങ്കോട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. എന്താ പറയുക, ഇത് നാണം കെട്ട ഒരു പരിപാടിയല്ലേ. ഇത് നമ്മുടെയൊക്കെ മുൻകാലത്തെ നടന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അവരോടൊക്കെ തോന്നിയിട്ടുള്ള ഒരു ആരാധന ഇന്ന് ഇവരെയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. സത്യം പറഞ്ഞ ഇവരെയൊക്കെ പേര് തന്നെ നമുക്ക് ഒരു ആരാധനയോടുകൂടി ഇപ്പൊ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല. അതിലൊരു വല്ലാത്തൊരു വിഷമമുണ്ട്. പോലീസായാലും എക്സൈസ് ആയാലും ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ ശക്തമായ ഒരു നടപടിയെടുക്കാൻ പേടിക്കുന്നു, ഭയക്കുന്നു. അത് മാത്രമല്ല, സിനിമാ ലോകത്തുനിന്ന് പോലും ഇവർക്കെതിരെ ഒരു നല്ലൊരു ശിക്ഷാ നടപടി എടുത്തായിട്ട് നമുക്ക് വല്ല ഒന്നുമില്ല. ഇന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ ഇവർ വീണ്ടും വരെയാണ്. ഇവര് ആരൊക്കെയോ ഭയക്കുന്നു, അത് ഉറപ്പാണ്. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെയെങ്കിലും കഴിഞ്ഞോ സാറേ? നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്. ഒരു പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരനെയാണ് ഒരു അല്പ കഞ്ചാവോ എന്തെങ്കിലും ലഹരിയും കൊണ്ട് പിടിച്ച അവന്റെ കുടുംബം വരെ നശിപ്പിച്ചാണെന്ന് ഓരോ നടപടികൾ എടുക്കുന്നത്. അവന് ഇതിന്റെ പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റില്ല, അവനെ ഒരു കുടുംബത്തിൽ കയറ്റില്ല, അവന്റെ വീട്ടിൽ തന്നെ അവന് നാട്ടിലിറങ്ങാൻ പറ്റില്ല. ഇവനൊക്കെ കൂളിംഗ് ഗ്ലാസ് വിട്ട് അടിച്ചു പൊളിച്ച് AC കാറിൽ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചു ഒരു ഉളുപ്പില്ലെന്നേ. നാണം പറഞ്ഞത് പ്രധാനപ്പെട്ട വിഷയമാണ്. പലപ്പോഴും ദുർബലരായ മനുഷ്യർ ഏതെങ്കിലും കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവർ അതിൽപ്പെട്ട് നാണം കെട്ട് നാറി അവർക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. പക്ഷേ പ്രബലരായ ആളുകൾ പലപ്പോഴും അതിലും വലിയ കേസുകളിലൊക്കെ പെട്ടാലും അവരൊക്കെ നാളെ അത് ഊരിയിട്ട് വീണ്ടും അവരൊക്കെ സമൂഹത്തിന് മുന്നിൽ ഞെളിഞ്ഞു തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഈ കേസിൽ മാത്രമല്ല, എല്ലാ കേസുകളിലും ഉള്ള ഒരു അവസ്ഥ കൂടിയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ഉമേഷാണ് കോഴിക്കോട്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരമുണ്ട്. സിനിമ എന്നത് ഇന്ന് പണ്ട് ജയദീപ് ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ ഒരു സമ്പന്നരുടെ കലാലോകമായി മാറിക്കുക. അതുകൊണ്ട് തന്നെ ഈ സിനിമാ ലോകത്ത് ഒരു നിലനിൽപ്പ് വന്നു കഴിഞ്ഞാൽ പ്രശസ്തിയായി, പണമായി, പല കാഴ്ചപ്പാടുകളായി ചിലരിൽ ഇത് എന്തുമാവാം എന്നുള്ളൊരു മനോഭാവം തന്നെ വന്നു ചേരുകയാണ്.
അതിനെ തടയിടാൻ ശരിക്കും നമ്മുടെ ഒരു നിയമ നടപടികൾ, നിയമ സംവിധാനം തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം. ഇതിപ്പോ എനിക്ക് മുന്നേ പലരും ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പറയുമ്പോ ഹേമ കമ്മിറ്റിയൊക്കെ എന്തായി? ഒന്നും ആയില്ല. ആരെങ്കിലും എന്തെങ്കിലും ആരെയൊക്കെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ആരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാട് ശരിക്കും സ്വാഭാവികമായും ആളുകൾക്ക് അത്തരത്തിൽ സംശയങ്ങളൊക്കെ ഉണ്ട്. ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവുന്നു. വലിയ നടപടികൾ തന്നെയാണ് വേണ്ടത്. അടിവേരാണ് അറക്കേണ്ടത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ പ്രജിയാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ പ്രജി, ഈ റജിയാണ്. ശ്രീ റജി, സ്വാഭാവികമായും സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ലഹരിയുടെ ഉപയോഗമൊക്കെ ഉണ്ട്. പക്ഷേ സിനിമാ മേഖല സവിശേഷമായി ചർച്ച ചെയ്യുന്നത് ആ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ, അവർ കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ചെറുപ്പത്തെ സ്വാധീനിക്കുന്ന, കൗമാരക്കാരെ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ളത് കൊണ്ടാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, ഇത് നിങ്ങളെ ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല സാറേ. അന്നേരം കൂടി വരുന്നേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാല് പിന്നെ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നില്ലേ മറ്റേ ഇതില് പിന്നെ ഒരു ഇത് നടന്ന്, ഒരു ചാനലിന്റെ നടന്ന്, അതിന്റെ പിറ്റേന്ന് കൊച്ചിന്ന് പിന്നെ അതായത് ലേഡീസ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിന്റെ പിറ്റേന്ന് തന്നെ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഇതിനൊന്നും സാറേ ഒറ്റ സെക്കൻഡ് വെക്കല്ല. ഇതിനൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യം. ഇതിലിങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ചർച്ച ചെയ്യലേ ഇല്ലൂ. ഇതിൽ കൂടുവെന്നല്ല കുറയൂല സാറേ. ശരി, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കുറയുന്ന ഒരു സമൂഹത്തിലേക്ക് വരും എന്ന് തന്നെ നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. ക്രിസ്റ്റഫറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ക്രിസ്റ്റഫർ, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാൻ ഇത് വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് ഇപ്പോഴത്തെ ഓരോ ചോടും ഇപ്പൊ ഞാൻ കാണുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിനിമാ നടനിൽ തൊട്ടു ഇപ്പോൾ സംവിധായകനിൽ തൊട്ടു ഇത് ചെറുപ്പ തലമുറകളിലേക്കും ഇത് വ്യാപിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം ഈ സിനിമാ മേഖലയിൽ പലരും വന്നിട്ടുണ്ടെങ്കിലും ആരുടെ കുടുംബവും ഇതുവരെ മരണപ്പെട്ടിട്ടില്ല, തൂങ്ങി വെച്ചിട്ടില്ല, ആരെയും കുത്തിക്കൊലപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഈ നമ്മുടെ സമൂഹത്തുള്ള ഓരോ വീടുകളും നോക്കുകയാണെങ്കിൽ ഇപ്പൊ ക്രമസമാധാനത്തിന്റെ പരിധി വിട്ടു പോവുകയാണ്. പലയിടത്തും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ കാരണം, ഈ ഒരു തുടക്കം പോലീസുകാർക്ക് കൊടുത്തിട്ടുള്ള, എക്സൈസുകാർക്ക് കൊടുത്തിട്ടുള്ള, ഗവൺമെന്റുകാർ എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനം എത്ര ദിവസം നമുക്ക് നീണ്ടു നിൽക്കാൻ പറ്റും? ഇതേപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും? ഒരു സിനിമാ നടനും ഒരു സ്ഥലത്തും പോയി ക്യൂ നിൽക്കുന്നില്ല. അതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അവര് ഒരിടത്തും പോയി ക്യൂ നിൽക്കുന്നില്ല. അവരുടെ വീട്ടുകളിൽ, അവരുടെ കിടപ്പറകളിൽ നമ്മൾ സാധനം എത്തിക്കുന്നു. അപ്പോൾ ഇത് വരുന്ന വഴി കണ്ടുപിടിക്കാൻ ഗവൺമെന്റിന് കഴിയണം, നമുക്ക് കഴിയണം, നമ്മുടെ ഈ ചാനലിന് കഴിയണം. താങ്കൾ പറഞ്ഞത് പ്രധാനം തന്നെയാണ്. വരുന്ന വഴി തന്നെയാണ് കണ്ടെത്താൻ കഴിയേണ്ടത്, അതാണ് അടയ്ക്കേണ്ടതും. ശ്രീ ശശാങ്കനാണ്. ശശാങ്കൻ, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ ഒരു കാര്യം പറയാം. കാര്യം വെച്ചാൽ ഈ പറഞ്ഞത് സിനിമാ ഫീൽഡ് മാത്രമല്ല മൊത്തത്തിൽ കുഴപ്പമാണ്. ഇപ്പൊ നമ്മള് മോഹൻലാലിന്റെ ആ ഒരു സിനിമ കണ്ടതിന് ശേഷം കൂടുതൽ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. മോഹൻലാലിന്റെ ആ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറക്കിയതിന് ശേഷമാണ് ഇത്രയും കുറെ വിഷയങ്ങൾ എമ്പുരാനും മയക്കുമരുന്നുമായിട്ട് എന്താണ് ബന്ധം? മയക്കുമരുന്നിനെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമ കൂടിയല്ലേ? അതിനകത്ത് ഭയങ്കര വിഷയങ്ങളാണ്. നമ്മൾ പോയി കണ്ടത് തന്നെയാണ്. അമ്മമാര് വരെ കുറെ പറഞ്ഞില്ലേ, ഇങ്ങനെ പോയ കൊച്ചു പിള്ളേരെ കൊണ്ടിരുന്ന് കാണാൻ പറ്റാത്ത ഒരു സിനിമയായിട്ടുള്ള ചർച്ചയല്ല. ആ സിനിമയ്ക്ക് അങ്ങനെ മോശപ്പെട്ട ഒരു സിനിമയൊന്നും അല്ല എമ്പുരാൻ സിനിമ. അതുമായിട്ടുള്ള ചർച്ചയല്ലല്ലോ. അതും മയക്കുമരുന്നുമായിട്ട് എന്താണ് ബന്ധം? അതിനകത്ത് അങ്ങനെ മയക്കുമരുന്നിനെതിരെ സംസാരിക്കുന്ന അടക്കമുണ്ട്. ആ സിനിമയിലാണെങ്കിൽ മയക്കുമരുന്നിനെതിരെ സംസാരിക്കുന്ന അടക്കമുണ്ട്. ആ സിനിമ ഇതുമായിട്ട് എന്താണ് ബന്ധം? താങ്കൾ എന്തിനാണ് അതിനെ അനാവശ്യമായ ഒരു വിഷയത്തെ ഇതുമായി ബന്ധപ്പെടുത്തുന്നത്? അതല്ല നമ്മളിപ്പോ ചിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ഫീൽഡ് താങ്കൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ പറയാം. അതിന് ഒരു കാര്യവുമില്ലാത്ത ഒരു വിഷയത്തെ എമ്പുരാൻ സിനിമയും മയക്കുമരുന്നുമായിട്ട് ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്നിനെതിരായ നിലപാടെടുക്കുന്ന ഒരു സിനിമ ഫീൽഡിൽ ഇത്രയും നമ്മൾ കഴിഞ്ഞ പണ്ടൊക്കെ കുടുംബ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മളാണ്. കുടുംബ ചിത്രങ്ങളാണ് പണ്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു സിനിമ പോലും കുടുംബമായി പോയിരുന്ന് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് എല്ലാം മാറിക്കൊണ്ടത്. ഇപ്പൊ സംവിധായകന്മാർ പോലും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ, ഈ നടീനടന്മാർ പോലും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ കുടുംബപരമായിട്ട് പോയൊരു സിനിമ തിയേറ്ററിൽ പോയിരുന്ന സിനിമ? ശരി, അവര് അത് സിനിമ കാണുന്നതിന് ഇതുമായി ബന്ധമൊന്നുമില്ല. സിനിമ ഇവരുടെ ഈ ആളുകളൊക്കെ നല്ല സിനിമ എടുക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. അതിന് അവരുടെ കഴിവിലൊന്നും ആർക്കും സംശയവും ഇല്ല. അതിനകത്ത് അതല്ല വിഷയം. സന്ദേശം തെറ്റാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണെന്നുള്ളതാണ് വിഷയം. കലാഭവനിയുടെ ഓട്ടം വരെ ഓടിയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ മാത്രം ഇത്രയും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ സിനിമാ ഫീൽഡ് തന്നെയാണ് എനിക്ക് തോന്നുന്ന മേഖലകൾ തമ്മിൽ തകർത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ സംവിധായകന്മാർ വരെ ഇങ്ങനെ ആയി പോയാൽ പിന്നെ ശരി, ഓക്കെ. ശ്രീ ശശാങ്കൻ, ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ, ഒരുപാട് കാലമായാലോ കണ്ടിട്ട്?
കണ്ടിട്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ ഇപ്പൊ വിളിയൊന്നും ഇല്ലേ? എന്ത് പറ്റി? ചില തിരക്കൊക്കെ ആണ് സാറേ. എന്ത് പറ്റി ഇത്രയും തിരക്ക് നമ്മളെ വിളിക്കാതെ ഇരിക്കുന്നത്? അതും ചെറിയ പരിപാടി, നമ്മൾ ചെറിയ ബ്രോക്കർ പണിയൊക്കെ ഉള്ളതുകൊണ്ട് അതിലേ പോയി കിടന്നു. ശരി ബ്രോ, ഇത് വസ്തു ബ്രോക്കറാണോ? അതെ അതെ അതെ, വസ്തു. ശരി, കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? നന്നായി. കച്ചവടമൊക്കെ പരിപാടിയൊക്കെ വലിയായിട്ടൊന്നും ഇല്ല, ചെറുതൊക്കെ അവിടെ ഇവിടെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും നടക്കട്ടെ. എന്തായാലും താങ്കൾ ഇതിൽ അഭിപ്രായം പറയും. സാറേ, ഈ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കാരിനെ ഒന്നും കുറ്റം പറയണ്ട. അവർ കണ്ണടച്ചു. അതാദ്യം പോലെ വലിയൊരു ഇച്ചിരി നടപടിയായിട്ടൊക്കെ പോകുമായിരുന്നു, ഇത്ര വലിയ കുഴപ്പം വരികയല്ല. ഇപ്പം അതിനകത്ത് ഏറ്റവും പരിഹാരമുള്ളത് നിങ്ങളാണ്. ഇവിടെ ചാനലുകാരാണ് 24 കാണിക്കുന്ന നല്ലൊരു പരിപാടിയാണ് എന്ന് പറയുന്നത്. നിങ്ങളും എല്ലാം നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ചാനലുകളും അത് നല്ലവണ്ണം ഒരു ബോധവൽക്കരണം നടത്തി മുന്നോട്ട് പോയാൽ ഇതിനൊക്കെ ഒത്തിരി മാറ്റും. ചെറുപ്പക്കാർ, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ, അവരെ നമ്മൾ അടുത്ത ഭാവിയല്ലേ അവരെ നമ്മൾ നോക്കി നിങ്ങളുടെ ഈ കാണിക്കുന്ന നല്ല ഈ പരിപാടിക്ക് നിങ്ങൾക്ക് എത്ര അഭിനന്ദനം തന്നാലും നമ്മൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും യൂട്യൂബിൽ പറയാൻ ഇന്നലത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റുകളാണ് പ്രധാനമായും യൂട്യൂബിൽ വരുന്നത്. അതിൽ ഗോളാന്തരത്തെയും ഒക്കെ പറയുന്നു. ഇന്നലെ ചർച്ചയിൽ നമ്മൾ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ചർച്ചയിൽ സ്വാഭാവികമായും ചില പറയുന്ന അഭിപ്രായങ്ങളോട് വിയോജിക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ തർക്കങ്ങൾ വരാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന തർക്കങ്ങളൊക്കെയാണ്. അതിൽ എന്നെ തെറി വിളിച്ച് കമൻറ്റ് വന്നു, അത് തെറി വിളിച്ച് ശരിയായെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നു. അങ്ങനെയൊന്നും പറയുന്നതിന് എനിക്ക് യാതൊരു പ്രത്യേകിച്ച് തെറി വന്നാലും കമൻറ്റ് വന്നു ഓരോരുത്തരും അവരവരുടെ നിലവാരത്തിൽ പ്രതികരിക്കുമെന്നതിനപ്പുറത്തേക്ക് ഞാനതിനെ ഗൗരവമായി കാണുന്ന ഒരാളല്ല എന്ന് നിങ്ങൾ അറിയുക. എന്തായാലും അത്രയൊക്കെ കാര്യങ്ങളൊക്കെ ആളുകൾ നടന്നോട്ടെ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തോട്ടെ. പക്ഷേ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചിലർ പറയുന്ന കാര്യങ്ങളിൽ മറുപടി പറയേണ്ടി വരും. അത് ഇനിയായാലും മറുപടി പറയുന്ന നിലപാട് തന്നെ സ്വീകരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അത് തെറി വിളിച്ചു എന്ന് കരുതിക്കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും 5-6 പേർ അതിനെതിരെ പറഞ്ഞു എന്ന് കരുതിക്കൊണ്ടോ അത്തരം നിലപാടുകളൊന്നും മാറ്റാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. കാരണം തെറ്റായ ഒരു പൊതുവേദിയിൽ വന്ന് തെറ്റായ രീതിയിലുള്ള ഇൻഫർമേഷനുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു തെറ്റാണെങ്കിൽ അത് ഉറപ്പായും പറയും. ഇനി ഞാൻ അറിയാത്ത ഏതെങ്കിലും വിഷയമാണെങ്കിലാണ് അത് ചിലപ്പോൾ അല്ലെങ്കിൽ കേൾക്കാതെ പോയാലോ ഒക്കെ ഉള്ളൂ മിണ്ടാതിരിക്കുന്നത്. പരമാവധി കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത്, അത് തെറ്റ് പറയുന്നവരൊന്നും അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, ബോധപൂർവ്വം പറയുന്ന തെറ്റുകളാണെന്ന് അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചോ അവരുടെ വർഗീയ ലക്ഷ്യം വെച്ചോ ഒക്കെ പറയുന്ന ആളുകളാണ്. അത്തരക്കാരോട് ആ തരത്തിൽ തന്നെ മറുപടി പറയേണ്ടി വരും. ഇനിയായാലും അതിന് തെറി വരുന്നതോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള കമൻറ്റ് വരുന്നതോ ഒന്നും ഒരു വിഷയമേ അല്ല. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മനോജ് കുമാറാണ്. ശ്രീ മനോജ് കുമാർ, ഈ സിനിമാ മേഖലയിൽ നിന്ന് വരുന്നതൊന്നും അത്ര നല്ല വാർത്തകളല്ലല്ലോ, എന്താണ് പറയാനുള്ളത്? ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ സിനിമാക്കാർക്ക് കേരള സമൂഹത്തോടെ ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ആൾക്കാരാണ്. അതിന് നമ്മുടെ സർക്കാർ ഒരു ഭാഗത്തുകൂടെ ഈ മയക്കുമരുന്നിനെതിരെ വലിയ കമ്പൈനിങ് മറ്റേ റെയ്ഡുകളൊക്കെ നടക്കുന്ന സമയത്ത് ഈ സിനിമാ മേഖലയിലെ ഇവർ വളരെ എന്താ പറയാ വിഹരിച്ച് നൽകുകയാണ്. ഈ അവരുടെ ആൾക്കാര് ഇതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനാനുപാതികമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഷൈൻ ടോം ചാക്കോന്റെ കാര്യം തന്നെ നമുക്ക് നോക്കാം. അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഈ സിനിമാ സമൂഹം അദ്ദേഹത്തിന് ഒപ്പമാണ് നിന്നത്. നമുക്കറിയാലോ ഈ സ്ഥിതിവിശേഷം. എനിക്ക് പറയാനുള്ളത്, ഈ മോഹൻലാലോ മമ്മൂട്ടിയോ ഇത്തരം ആൾക്കാരെ ഈ സിനിമയിൽ ഉൾപ്പെടേണ്ടെന്ന് അവര് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ അവസാനിപ്പിക്കും. ഇവർക്ക് ഇങ്ങനത്തെ ആൾക്കാരെ ഈ സിനിമയിൽ അടുപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് സംഭവം. മുൻനിര നടന്മാരെ ഈ കാര്യത്തിൽ ഒരു കാര്യം എന്താ പറയാ ഈ കാര്യത്തോടു കൂടി സഹകരിക്കില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, അങ്ങനെ ഒരു 1-2 നടന്മാരൊന്നും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു വിഷയമല്ല ഇത്. അതിലെല്ലാവരും കൂട്ടായി തീരുമാനിക്കേണ്ട വിഷയങ്ങളിലൊക്കെ തന്നെയാണ് ശ്രീ രഘുനന്ദൻ പറയുന്നു. ക്രിമിനൽ സ്വഭാവമുള്ളവരും ലഹരിക്കടിമയുമായിട്ടുള്ളവരും ഏത് രംഗത്ത് പോയാലും അവർ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് രഘുനന്ദൻ തിരുവില്ലാമാരം പറയുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ അരവിന്ദാക്ഷനാണ് പാലക്കാട്. ശ്രീ അരവിന്ദാക്ഷൻ, താങ്കൾ എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന അടിക്കടി ഉണ്ടാവുന്ന ഈ മോശപ്പെട്ട വാർത്തകളോട് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും സിനിമാ മേഖല സമീപകാലത്തായിട്ട് നാം അറിയുന്ന കാലത്തായിട്ട് ഈ ലഹരി പിടിയിൽ തന്നെയാണ്. അവർക്ക് സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെന്റും ഒരു സ്നേഹവും ഇല്ലാത്ത രീതിയിലാണ് അവരുടെ പോക്കൊക്കെ തന്നെ. അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉള്ള പോലെയാണ് അവർ പെരുമാറ്റം. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾ എല്ലാവരും അല്ലാന്നൊക്കെ പറയുന്നതാണ്. ഇവരെ അടുത്തറിഞ്ഞാൽ അറിയാം. പ്രത്യേക ജീവിത രീതിയും പ്രത്യേക തരം പ്രിവിലേജുമാണ് അവർക്കൊന്നും തോന്നിപ്പോകും. ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. പൈസയോടും പ്രശസ്തിയോടും മാത്രമാണ് ആർത്തി. അതിന് നിയമം പോലെ നിരോധിക്കുക തന്നെ കാണാം, അല്ലെങ്കിൽ അത് വഴിവിട്ടു പോകും. യുവാക്കളും വഴി. ശരി, ശ്രീ പ്രതീഷ് കുമാറാണ് വൈക്കത്ത് നിന്നും. ശ്രീ പ്രതീഷ് കുമാർ,
മറ്റു മേഖലകളിലും ലഹരി ഉണ്ട്. പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ സിനിമക്കാരെ അനുകരിക്കുന്ന അല്ലെങ്കിൽ സിനിമ മേഖലയിലുള്ളവർ സ്വാധീനിക്കപ്പെടുന്ന അവരാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു തലമുറ ഉണ്ട്. അതിൻ്റെ എണ്ണം കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ ഗൗരവപരമായിട്ട് തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണത്. സിനിമ നമ്മൾ ചെറിയ കുട്ടികളിൽ പോലും വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ദൃശ്യമാണ്. അത് മുന്നോട്ട് വെക്കുന്നത് കണ്ടിട്ടാണ് ഓരോ കുട്ടികൾ പോലും മുന്നോട്ട് വരുന്നത്. ഇപ്പൊ ഗ്രാമപ്രദേശത്ത്, ഞാൻ തീർത്തും ഒരു ഗ്രാമപ്രദേശക്കാരനാണ്, കുമരകമാണ് എന്റെ പ്രദേശം. തികച്ചും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പണ്ടൊക്കെ കൂട്ടം കൂടി നിന്ന് വർത്താനം പറയുന്ന ആ ഒരു അവസ്ഥ മാറിയിട്ട് ഇപ്പം മൊബൈൽ ഫോണുമായി ഇരുന്നിട്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പല സ്ഥലത്തും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇത് വരുന്നത് സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം തന്നെയാണ്. താങ്കള് കുറച്ചു മുമ്പ് വളരെ ഇതായിട്ട് നിഷേധിക്കപ്പെട്ടു, സിനിമ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോള് ചെയ്യാനായിട്ട് കാരണം. എങ്ങനെയാണ് സിനിമയും ജീവിതവുമായിട്ട് ഒരു അശോകൻ എന്ന ആള് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ താങ്കള് നഖശികാന്ത് അതിനെ എതിർത്തു. സിനിമയും ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ല, സിനിമ വേറെയാണ്, ജീവിതം വേറെയാണെന്ന് താങ്കൾ അതല്ല അദ്ദേഹം പറഞ്ഞത് മറ്റേ എമ്പുരാൻ സിനിമയെ കുറിച്ചല്ലേ? അത് തന്നെ എന്തായാലും അല്ല, അത് സിനിമയ്ക്കകത്ത് പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എമ്പുരാൻ സിനിമയിനകത്ത് വലിച്ചെടുക്കേണ്ട ഒരു വിഷയമില്ല. ഇത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സിനിമ കണ്ടതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് പറയേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അല്ല, കുറെ കാര്യങ്ങൾ സിനിമയിലൂടെ വരുന്നുണ്ട്. എമ്പുരാൻ സിനിമയിൽ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പ്രസ്താവിക്കുന്നില്ല, തീർത്തും അത് ഞാൻ നിഷേധിക്കുന്നു. പക്ഷേങ്കിൽ പല കാര്യങ്ങളും സിനിമയിൽ നിന്ന് അതല്ല ഉണ്ട് ശ്രീ പ്രതീഷ്. അത് ഞാൻ പറയേണ്ടി വന്നതിന്റെ കാര്യം പറയാം. ഈ എമ്പുരാൻ സിനിമയൊക്കെ ഈ സമയത്ത് വലിച്ചഴിക്കുന്നവരുടെ ഉദ്ദേശം വേറെ ഇതാണ്. അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ മറുപടി പറയുന്നതാണ്. അല്ലാതെ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പറഞ്ഞ വാക്കിലുള്ള മറുപടി എന്നൊന്നുകൊണ്ടല്ല. ഈ കൂട്ടത്തിൽ പോകുന്ന വഴിക്ക് ഒരു അടി ഇരിക്കട്ടെ എന്ന് മട്ടിൽ ചിലർ പ്രതികരിക്കുമ്പോൾ അവർക്കൊന്ന് ചെറിയ അങ്ങനെയല്ല എന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്തം വെച്ച് നമ്മൾ പറയുന്നത് മാത്രമേ. മനസ്സിലായി ശ്രീ പ്രതീഷ് കുമാർ. താങ്കൾ അങ്ങനെ ഒരു പരാമർശം നടത്തി. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലെ ലഹരിയിൽ നിന്ന് ലഹരി ഉപയോഗം, അതും പ്രത്യേകിച്ച് ഹൈബ്രിഡ് ലഹരിയൊക്കെയാണ് ഇപ്പോൾ സ്ഥിരമായി, പണ്ടത്തെ പോലെ മദ്യം കഴിക്കുന്നവരോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നവരോ ഒന്നും അല്ല, രാസലഹരിയൊക്കെയാണ് ഈ മേഖലയിൽ ശക്തമായി പിടിമുറുക്കിയിരിക്കുന്നത്. സാർ, കന്യാകുമാരിയിലെ കണ്ണാടിപ്പാറയിൽ നിൽക്കുകയാണെങ്കിൽ തന്നെയും ഞാൻ പൊതുവേദിയെ മറന്നിട്ടില്ല. കണ്ണാടിപ്പാറയിൽ നിൽക്കുകയാണ് സാർ. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. എന്തായാലും സന്തോഷം കേട്ടോ, കണ്ണാടിപ്പാറയിൽ നിന്നുകൊണ്ട് അതെ സാർ, അതെ സാർ. ഏതായാലും നമ്മുടെ യുവജനങ്ങളുമായിട്ട് നന്നായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് സിനിമാ മേഖല. ആ സിനിമാ മേഖലയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാർ യുവജനങ്ങൾക്ക് ഒരു വഴി കാട്ടി കൊടുക്കാനായിട്ട് അവർ തന്നെ ഒരു ശുദ്ധീകരണ മേഖലയിലേക്ക് വന്നാൽ അത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും സാർ. തീർച്ചയായിട്ടും അതിനകത്ത് പക്വതയും അറിവും വിവേകവും ഉള്ള കുറെ ആൾക്കാർ സിനിമാ മേഖലയിലുണ്ട്. അവര് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവും തന്നെയാണ് സാർ എന്റെ പ്രതീക്ഷ. ഓക്കെ സാർ. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ മറ്റ് മേഖലകളേക്കാൾ കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് സിനിമ. ആ മേഖലയിൽ നിന്ന് വരുന്നത് രാസലഹരിയുടെ അടക്കം വാർത്തകളാണ് നിരന്തരം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ മണിമലയിൽ ഇപ്പൊ നല്ല ഇടിവെട്ടി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ മുറിക്കകത്ത് കയറി അടച്ചിരുന്നിട്ടാണ്. ശരി, ഓക്കെ. എന്തായാലും സന്തോഷം. ഈ ചൂടിനിടയിൽ മഴയൊക്കെ പെയ്യുന്നത് വലിയ സന്തോഷമാണ്. ഒക്കെയാണെങ്കിൽ ആ മഴയെ പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കൂടെ വിട്ടേ. അവിടെ മഴ ഇല്ലേ? ഇവിടെ ഇതുവരെ അങ്ങനെ കാര്യമായി പെയ്യുന്നില്ല. ഞങ്ങളുടെ ഏരിയ കുറച്ചധികം മഴ പെയ്യുന്ന സ്ഥലമാണ് ഞങ്ങളുടെ കോട്ടയം ജില്ല. അപ്പൊ ഈ സിനിമാ മേഖല എന്ന് പറയുമ്പോ ഈ സിനിമാ മേഖലയും നമ്മുടെ പൊതുസമൂഹത്തിന്റെ പരിച്ഛേദം തന്നെ ഒരു ക്രോസ് സെക്ഷനാണ്. പൊതുസമൂഹത്തിൽ എന്തൊക്കെ നടക്കുമോ അതൊക്കെ സിനിമാ മേഖലയിൽ നടക്കും. പിന്നെ എന്തെന്ന് വെച്ചാല് സിനിമാ മേഖലയിൽ പൈസയുടെ ഒഴുക്ക് കൂടുതലാണ്. നാട്ടിൻപുറത്തുകാരൻ ജവാൻ എന്നുള്ള കുപ്പി മേടിച്ചടിക്കുമ്പോ സിനിമാ മേഖലയിലുള്ളവർ കൂടുതൽ പൈസ മുടക്കിയുള്ള സാധനം അടിക്കും. അതുകൊണ്ട് ഈ ലഹരിയിലെ ഏറ്റവും കൂടിയ സാധനങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ സിനിമാ മേഖലയില് മുതിർന്ന ആൾക്കാരുണ്ട്, വർഷങ്ങളായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പക്വതയുള്ളവരും ധാർമ്മിക ബോധമുള്ളവരും ധാരാളമുണ്ട്. അവർക്ക് സംഘടനയുണ്ട്, ഫെഫ്കയുണ്ട്, അമ്മയുണ്ട്. ഇവരൊക്കെ ഇതിനോട് ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. നമ്മുടെ സർക്കാരിന്റെ കണക്കനുസരിച്ച് ഈ മാർച്ച് 31 വരെ ഏതാണ്ട് 12,000-13,000 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലഹരിയുടെ കാര്യത്തിൽ ബന്ധപ്പെട്ട്. അതിൽ 13,000 പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കർശനമായ നടപടിയാണ് നമ്മുടെ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്.
പിന്നെ സർക്കാർ ഈ ഡ്രഗ് ഉപയോഗത്തെ സംബന്ധിച്ച് നമുക്കറിയുന്നുണ്ടെങ്കിൽ സർക്കാരിനെ അറിയിക്കാൻ വേണ്ടി ടോൾ ഫ്രീ നമ്പർ ഇറക്കിയിട്ടുണ്ട്. അല്ലാതെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്പർ തന്നിട്ടുണ്ട്. അത് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ നമ്പർ ഉപയോഗിക്കുകയും ഏതെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഈ ആൾക്കാരെ നമ്മുടെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? മദ്യവും ലഹരി പദാർത്ഥങ്ങളും മനുഷ്യന്റെ ജീവനും ജീവിതവും ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന സംഗതിയാണെന്ന് അറിയാത്തവരായി ആരുമില്ല. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞതുപോലെ മദ്യ ലോബി അവർ ക്യാൻവാസ് ചെയ്യുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഈ സെലിബ്രിറ്റികളെയും അതേപോലെ സിനിമാ മേഖലയെ ഒക്കെ തന്നെയാണ്. അവർ സിനിമാ മേഖലയിൽ പിടിമുറുക്കാൻ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങിയിട്ടും അതിന്റെ സൂചനകൾ നൽകി ഏറെക്കാലമായി. അതിന്റെ അവസാനത്തെ ഇതാണ് ഷൈനിന്റെയും ഇപ്പോൾ ഈ സംവിധായകരുടെയും അടുക്കലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. ഇത് മാത്രമല്ല, എത്തിപ്പെടാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ എത്തിപ്പെടാനിടത്തൊക്കെ എത്താൻ കഴിയണം. എങ്കിലേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. ജനങ്ങളെയൊക്കെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന, നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ തന്നെ ഈ ലഹരിയിൽ നിന്ന് ഉണ്ടായതാണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമ്മുടെ യൂട്യൂബിൽ ഹരീഷ് കെ എന്ന് പറയുന്ന ഒരാൾ നിരന്തരമായിട്ട് ഇങ്ങനെ 10-ലേറെ കമന്റുകൾ, ഒരേ കമന്റ് തന്നെയാണ് കോപ്പി ചെയ്ത് ന്യൂസ് 18 കേരള ഉടായിപ്പാണ് എന്ന് പറയുന്നത്. ഹരീഷ് കെയുടെ എന്തോ കുഴപ്പം കാണിച്ച് ഹരീഷ് കെക്കെതിരെ ന്യൂസ് 18 വാർത്ത കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ ഒരാൾ ആവർത്തിച്ച് എഴുതില്ലല്ലോ. അങ്ങനെയുള്ള ആളുകൾക്കാണ് പലപ്പോഴും മാധ്യമങ്ങൾക്കെതിരെ തിരിയുന്നത്. മാധ്യമങ്ങളിൽ നാട്ടിൽ ഉടായ്പ് കാണിക്കുന്ന ആളുകളെ കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത വരും. വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നീട് പിറ്റേ ദിവസം മുതൽ അവർ മാധ്യമങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അത്തരം ആളാണെന്ന് തോന്നുന്നു ശ്രീ ഹരീഷ് കെ. എന്തായാലും നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകും മുമ്പ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ന്യൂസ് 18 പൊതുവേദി തുടരും. തിരുവനന്തപുരത്തു നിന്നും ശ്രീ എഡ്വേർഡാണ്. ശ്രീ എഡ്വേർഡ്, സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന അത്രയും ഇപ്പോൾ മോശപ്പെട്ട വാർത്തകളാണ് കൂടുതലും. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ, എനിക്ക് പറയാനുള്ളത് ഈ ലഹരി, ഈ കഞ്ചാവ്, MDMA ഇതൊക്കെ മോശമാണ്, ഏറ്റവും മോശമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ മദ്യം ഉപയോഗിച്ചുകൊണ്ട് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, ക്രിമിനൽ കേസുകൾ, ഇത് വളരെയധികം ആരും ഒരു ചാനലും അത് ഓൺ ചെയ്യുന്നില്ല. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല സാർ. അതെല്ലാം മദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതെല്ലാം നമ്മൾ ചാനലുകളെല്ലാം പറയുന്നുണ്ടല്ലോ. ഏത് ചാനലാണ്? ഒരു ചാനലും പറയാതിരിക്കുന്നില്ലല്ലോ. ഇല്ല, ഇതിപ്പോ നിരന്തരം ഈ MDMAയും ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെയും കേസ് മാത്രമേ പറയുന്നുള്ളൂ. MDMAയും ഹൈബ്രിഡ് കഞ്ചാവും നിരോധിത വസ്തുക്കളാണ്. മദ്യം നിരോധിത വസ്തുവല്ല. മദ്യം സർക്കാർ തന്നെ വിൽക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മറ്റ് സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മദ്യം MDMA കഞ്ചാവും പോലെയല്ല. അതുകൊണ്ട് ആ തരത്തിൽ വാർത്ത കൂടുതൽ മദ്യം കൈവച്ചിരുന്നത് ഒരാളെ നിയമപരമായി തെറ്റല്ലോ. അതല്ല, അത് ഈ ഗവൺമെന്റ് ലീഗലൈസ് ചെയ്തതുകൊണ്ടാണ് കുഴപ്പമില്ലാത്ത മദ്യം ആ പയ്യനന്ന് 5 പേരെ കൊന്നതും മദ്യം കഴിച്ചിട്ടാണ്. അതിനെ ഈ ഒരു ചാനലും ഓൺ ചെയ്യത്തില്ല. അതെല്ലാം ഓൺ ചെയ്യും. അതിപ്പോ നമ്മള് ഒരാൾ കൊല്ലുന്ന ആളുകൾ മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടാണ് ചെയ്തെങ്കിൽ അത് എല്ലാ ചാനലുകളും പറഞ്ഞല്ലോ. അയാൾ മദ്യപിക്കുന്നതിന് മുമ്പ് 2 പേരെ കൊന്നിട്ടാണ്, ഇടയ്ക്ക് പോയി മദ്യപിച്ചു, വീണ്ടും വന്നാണ് അയാൾ മറ്റുള്ളവരെ കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. മദ്യം സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് അത് ലീഗലൈസ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനകത്ത് അങ്ങനെ ആരെങ്കിലും ആ തരത്തിൽ വാർത്ത നൽകുന്ന എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെയും കേരളത്തിലെ ഒരു മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പെട്ടിട്ടില്ല. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്തേ സാർ. നമസ്തേ സാറേ, ഇപ്പം നമുക്കറിയാം ലോകമെമ്പാടും മദ്യം അല്ലെങ്കിൽ ഇപ്പം മയക്കുമരുന്ന്, ഈ മയക്കുമരുന്നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, അതായത് ഈ ഭീകര സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നവരാ. അതായത് അവരുടെ ഒരു വ്യവസായം എന്ന് പറഞ്ഞാൽ, ഭീകരന്മാരുടെ വ്യവസായം എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്ന. ഇപ്പൊ ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ആഫ്രിക്ക, ഇത്തരം മേഖല. അപ്പൊ ഇതുമായി ഉപയോഗിക്കുക, ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ അതിശക്തമായ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തുറുങ്കിലടയ്ക്കണം, വെട്ടം കാണാത്ത രീതിയിൽ. ഇപ്പൊ നമുക്കറിയാം
ഇപ്പൊ ഒരു എക്സൈസ് ഓഫീസർ അദ്ദേഹം അല്ലെങ്കിൽ അവരുടെ ഒരു ടീം പോയി പിടിക്കാൻ ചെന്നാൽ അവർക്ക് എന്ത് ആയുധവസാരം ഉള്ളത്? ഇവന്മാര് ആ ഏറ്റവും വലിയ ഗണ്ണും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടേക്ക് നേരെ തിരിയും. അഥവാ അവരൊന്ന് പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം ഇവിടുത്തെ നമ്മളുടെ നിയമങ്ങളുടെ പോരായ്മ. ഉടനെ അവരെ ഇറക്കാൻ വേണ്ടി അതിനെക്കാട്ടി വലിയ ടീം. അതൊക്കെ കൊണ്ട് നിയമത്തിന്റെ പല പോരായ്മകളും ഉണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് അറിയാം ഇപ്പൊ നമ്മുടെ കേരളത്തില് IT മേഖലയിലേക്ക് മദ്യം വിളമ്പാനായിട്ട് ഒരു നിയമം. ശ്രീ ഗോവിന്ദനാണ് തിരുവനന്തപുരത്ത്. ശ്രീ ഗോവിന്ദൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഞാനൊരു സ്ഥിരം പിന്നെ നിങ്ങളുടെ ഈ ചാനലുമായിട്ട് സംവദിക്കുന്ന ഒരാളാണ്. ശരി, പറഞ്ഞോളൂ. അപ്പോൾ എനിക്ക് പറയാതെ കട്ട് ചെയ്ത് പോലെ എനിക്ക് സമയം തരണം. കാരണം വളരെ പ്രസക്തമായ കാര്യം ഞാൻ പറയാൻ പോന്നെ. ഇപ്പൊ ഈ മയക്കുമരുന്നും ഇതൊക്കെയാണല്ലോ നമ്മുടെ ഈ പ്രശ്നം വന്നിരിക്കുന്നത്. എന്റെ ഒരു തലമുറ എന്ന് പറഞ്ഞാല് നസീർ സാറ്, മധു, അങ്ങനെയുള്ള സത്യൻ മാഷ്, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പടങ്ങൾ 1970 തൊട്ടിങ്ങോട്ട് കണ്ടുവന്നത്. 75 ഞാൻ എയർഫോഴ്സിൽ ചേർന്നു. എന്തുകൊണ്ടാണ് ആ കാലത്ത് ഇതുപോലെ ഉള്ള മയക്കുമരുന്നോ അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഇല്ലാതെ എന്തുകൊണ്ടാണ് അന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്? കിരണ പറയാവോ? അല്ല, ഞാൻ പറയാം. നസീർ സാർ എന്ന് പറഞ്ഞ ആ മഹാവ്യക്തി, അന്നത്തെ നസീർ സാർ ആയിക്കോട്ടെ, മധു ആയിക്കോട്ടെ, സത്യം, അവരൊക്കെ ഒരു മാതൃകയായിരുന്നു. അവരെയാണ് നമ്മൾ ഫോളോ ചെയ്തത്. നസീർ സാറിന്റെ കാലത്ത് ആരെ ഒരു പ്രേമമുണ്ട്, ആ പെണ്ണെ വിവാഹം കഴിക്കുന്നു, ചതിക്കില്ല. ഇനി രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇതാരാ ഈ പടം ഇങ്ങനെ റിലീസ് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നത്? കിരണ പറയാമോ? സെൻസർ ബോർഡ്. അപ്പൊ സെൻസർ ബോർഡ് തീരുമാനമെടുക്കുകയാണ് ക്രൈമുള്ള പടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഈ എന്തുകൊണ്ട് ഈ ക്രൈം അതല്ല ശ്രീ ഗോവിന്ദൻ വിഷയം. അതൊക്കെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ സിനിമാ മേഖലയിലുള്ളവർ കൂടുതലായി ഇത്തരം ലഹരിയിലേക്ക് പോകുമ്പോൾ പുതിയ തലമുറയൊക്കെ അതിൽ സ്വാധീനിക്കപ്പെടും. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത വേണം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മഹിയാണ്. ശ്രീ മഹി, താങ്കൾക്ക് പറയാം. ശ്രീ മഹി, കേൾക്കാമോ? രാജേന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. താങ്കൾക്ക് പറയാം. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തടസ്സമുണ്ടോ എന്ന് തോന്നുന്നു. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൊതുവെ തുടരും. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗത്തിന്റെ നിരവധി വാർത്തകളും കേസുകളും ഒക്കെയാണ് വരുന്നത്. ഇന്നിപ്പോൾ 2 പ്രഗത്ഭരായ യുവ സംവിധായകർ കൂടിയാണ് കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നത്. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീകുമാറാണ്. ശ്രീകുമാർ, താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? വളരെ വളരെ ദുഃഖത്തോടെയാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്ന കാര്യം. നമ്മളൊക്കെ കൊച്ചുനാളിലെ മുതലേ മോഹൻലാലിന്റെയും സത്യനന്ദിക്കാടിന്റെയും സിബി മലന്റെ ഒക്കെ സിനിമ കണ്ടു വളർന്ന ആൾക്കാരാണ്. ഇപ്പോഴത്തെ തലമുറ വന്നിട്ട് ഈ സിനിമയിൽ ഇപ്പൊ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. സർക്കാർ എന്ത് തീരുമാനം എടുത്തു? ഒന്നും ചെയ്തില്ല. അപ്പം അവരെ പോലെ വൻ സ്രാവുകളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് ഒരു പരിധിവരെ. രണ്ടാമത്തെ കാര്യം, എന്റെ അറിവ് ശരിയാണെങ്കിൽ 1 ഗ്രാം MDMA നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിലിരുന്നാൽ അത് നോൺ ബെയിലബിൾ ഓഫൻസ് ആണ്. അതേസമയം 1 കിലോ നോൺ ബെയിലബിൾ ആണ്. 1 കിലോ ഈ ഹൈബ്രിഡ് കഞ്ചാവിന് ഇന്ന് എനിക്ക് തോന്നുന്നു ന്യൂസ് 18 ഏതൊരു ചാനലിൽ ഞാൻ കണ്ടതാണ് 60 ലക്ഷം രൂപ വരെയാണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ. പക്ഷെ 1 കിലോയില് 1 ഗ്രാം കുറവാണെങ്കിൽ അത് ബെയിലബിൾ ഓഫൻസ് ആണ്. അവർക്ക് ജാമ്യം കിട്ടും. അത് തന്നെ നമ്മുടെ നിയമത്തിന്റെ ഒരു തെറ്റായ കാര്യം കൊണ്ടാണ്. ശ്രീകുമാർ, നിയമത്തിലെ അളവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ കൃത്യമായി എത്ര അളവ് എന്നുള്ളത് ചാനലിലൂടെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട എന്നതുകൂടി കൊണ്ടാണ് പറയാത്തത്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ആ തരത്തിലേക്കല്ല, മറിച്ചായാലും പോലീസുകാർക്ക് എപ്പോഴും എക്സൈസുകാർക്കൊക്കെ ആണെങ്കിൽ കേസെടുക്കണമെങ്കിൽ ഇതിനൊക്കെയുള്ള മാർഗങ്ങളും ഉണ്ട് താനും. അതാണ് സാർ ഞാൻ ആദ്യം പറഞ്ഞത്. ഇവരൊക്കെ വൻ സ്രാവുകളാണ്. ഇവരെ ഒന്നും ചെയ്യാൻ ഇവരെ കൈകാര്യം ചെയ്യാൻ ഒരുപാട് അളവ് കുറവായതുകൊണ്ടായിരിക്കും അങ്ങനെ. അല്ലെങ്കിൽ ഇതൊക്കെ അളവൊക്കെ പറയുമ്പോഴും പോലീസുകാർ പലതരത്തിലൊക്കെ അതിന് കേസൊക്കെ എടുക്കാനുള്ള വകുപ്പൊക്കെ അവർ കണ്ടെത്താറൊക്കെ ഉണ്ട്. അങ്ങനെ പ്രായോഗികമായി പലതരത്തിൽ നല്ല രീതിയിലും കൈകാര്യം ചെയ്യാറുണ്ട്. മാന്യരായ പ്രേക്ഷകർ തന്നെ ഇത് കൈകാര്യം ചെയ്താൽ മാത്രമേ ഇത് അത് ശരിയാണ് ശ്രീകുമാർ, ഏറ്റവും കറക്റ്റ് അത് തന്നെയാണ്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, പ്രോത്സാഹനം നൽകുന്ന ആളുകളാണ് ആദ്യമായി അത് തിരിച്ചറിയേണ്ടത്. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ പ്രതാപനാണ്. ശ്രീ പ്രതാപൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? സാറേ, എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ള. മെയിനായിട്ട് നമ്മുടെ ഈ സിനിമ മേഖലയിൽ നടക്കുന്ന വിഷയങ്ങൾ, അമ്മ പോലെ ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനയിലൊക്കെ മുതിർന്ന അംഗങ്ങളും അല്ലെങ്കിൽ ഒരുപാട് അറിവുള്ളവരും ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറെ ആളുകൾ ഈ സിനിമ എന്ന രീതിയിൽ ഒരു ക്യാമറയും തൂക്കി ഇതിന്റെ പുറകെ നടക്കുകയും
അവര് കാട്ടിക്കൂടുന്ന വിക്രികളൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്ന കുറച്ച് ആളുകളാണുള്ളത്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഒരു ക്ലാസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്താണ് സിനിമ എന്ന് പഠിപ്പിച്ചു കൊടുക്കാനോ ഇതിനൊരു സംവിധാനങ്ങൾ ഇതുവരെ ഈ മേഖലയിൽ വന്നിട്ട് ഇതൊരു കുത്തഴിഞ്ഞ സംവിധാനമായിട്ടാണ് നമുക്കൊക്കെ അനുഭവപ്പെടുന്നത്. പണ്ട് കാലങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ സ്വഭാവ രീതികളെല്ലാം മാറ്റമാണ്. പല ആളുകളും വളരെ ജനങ്ങളോടൊക്കെ ആണെങ്കിലും വളരെ മോശമായ ഒരു സന്ദേശം തരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിന് ഞാൻ പറയുന്നത് ഇവരെയൊക്കെ നിയന്ത്രിക്കാനും ഈ സിനിമ സംവിധാനം ചെയ്യാനും നിർമ്മാതാക്കൾക്കൊക്കെ പഠന ക്ലാസ്സുകൾ കൊടുത്ത് അതിൽ ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് മാത്രം ഇതിനെ ഈ രംഗത്തേക്ക് തള്ളിവിടുന്ന രീതിയിൽ അല്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബാലേന്ദ്രനാണ്. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന ഈ മോശപ്പെട്ട പ്രവണതയെക്കുറിച്ച് പ്രതികരിക്കുന്നത്? ആദ്യം നമസ്കാരം. നമസ്കാരം. അത് ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് സിനിമാ മേഖല മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. അത് ചെറിയ ചെറിയ UP സ്കൂൾ തൊട്ടിട്ട് ഈ കച്ചവടത്തിന്റെ പരിപാടി ഇത് ഭയങ്കര വ്യവസായമാണിത്. കോടിക്കണക്കിന് ഉൾപ്പെടെ പരിപാടിയാ. ഇതിന് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട്, അതിന് സിനിമാക്കാരാണ്, നാടകക്കാരാണ്, വിദ്യാർത്ഥികളാണ്, അവരാണ് ഇവരാണെന്നൊന്നുമില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്ത കുട്ടികളായിരിക്കാണ്. കൈയിന്റെ ഉള്ളിൽ ബ്ലേഡൊക്കെ വെച്ചിട്ട് ഒന്നെടുത്ത് രണ്ടാമത്തേതിന് വല്ലവന്റെ മേത്ത് കോരി വരേണ്ട സ്വഭാവം. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു അടിയടിക്കുന്ന സ്വഭാവമുള്ളൂ. മദ്യപിച്ചിട്ടാണെങ്കിലും തമ്മത്തെല്ലാം ഉണ്ടാവുള്ളൂ. ഇത് കുട്ടികൾ അടക്കം ലെവലേശം വേറെ രീതിയിൽ മെന്റൽ പോലെ ആയിട്ടുള്ള ഇതാണ്. ശ്രീ ബാലേന്ദ്രൻ, അങ്ങനെ തന്നെയാണ് ഈ രാസലഹരിയൊക്കെ ഉപയോഗിച്ച ആളുകൾ സാധാരണ മനുഷ്യരുടെ മാനസികാവസ്ഥയിൽ നിന്ന് മാറി മറ്റൊരു മാനസികാവസ്ഥയിലേക്കൊക്കെ വളരെ വേഗത്തിലാണ് എത്തുന്നതും വലിയ ക്രൈമൊക്കെ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ക്രൈമൊക്കെ ചെയ്യുന്നതും. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഷൈജു ആണ്. ശ്രീ ഷൈജു, താങ്കൾ എങ്ങനെയാണ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഈ മോശം വാർത്തകളെ കുറിച്ച് പ്രതികരിക്കുന്നത്? എന്റെ പേര് ഷൈജു ജോൺ. ഞാൻ ഷൈജു ജോൺ കൊല്ലം പോരുവഴിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, കൊല്ലം പോരുവഴി. ഞാനും കൊല്ലംകാരനാണ്. പറഞ്ഞു. ഇത് ഈ സിനിമയിലെ ലഹരി ഉപയോഗത്തെ പറ്റി പറയണം. എനിക്ക് 2 മിനിറ്റ് സംസാരിക്കാൻ തരണം. 2 മിനിറ്റ് പ്രയാസം, 1 മിനിറ്റ് പറഞ്ഞോളൂ. 1 മിനിറ്റ്. സിനിമയിലെ ലഹരി ഉപയോഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പുതുമുഖ നടന്മാർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും അവരുടെ ക്യാരവാനിൽ വളരെയധികം ലഹരി ഉപയോഗിക്കുന്നുണ്ട്, സ്ത്രീകളെ മറ്റു തരത്തിൽ ഉപദ്രവിക്കുന്നുണ്ടെന്നും വളരെയധികം പരാതികൾ വന്നിട്ടും ഇവിടുത്തെ ഭരണവർഗം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കാര്യമൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾക്ക് കണ്ട് കേസൊന്നും ആയില്ലെങ്കിലും അക്കാര്യത്തിലൊക്കെ വലിയ മാറ്റം ഇന്ത്യ മലയാള സിനിമ ഒരുപാട് പുരോഗമിച്ചു. മുൻകാലങ്ങളിലേക്കുള്ള അത്ര മോശം രീതിയിൽ സ്ത്രീകളോട് പെരുമാറുന്ന ആളുകളൊക്കെ കുറവാണ്. മുൻകാലങ്ങളിലായിരുന്നു ഇത് വലിയ ആരോപണം ഉണ്ടായിരുന്നത്. ഇപ്പൊ തന്നെ വിൻസി അലോഷ്യസിനെ ഉപദ്രവിക്കുന്ന എന്തുകൊണ്ട്? ഇയാൾ ഈ ഷൈൻഡോൺ ചാക്കോ എന്ന വ്യക്തി പിന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് MDMA ഉപയോഗിച്ചത് കൊണ്ടാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്. അതിനെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ നിയമ സംവിധാനവും ഭരണ സംവിധാനവും? കേസായല്ലോ ഷൈൻഡോൺ ചാക്കോയുടെ. ഇപ്പൊ പുതിയത് കേസായിരിക്കാണ്. കേസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഒരു കേസിൽ അയാൾ പിടിക്കപ്പെട്ടതിലാണ് അയാൾക്ക് കോടതിയിൽ നിന്ന് ആവശ്യമായ തെളിവുകൾ ഇല്ല എന്നതിന്റെ പേരിൽ വളരെ ലൂസായിട്ട് അയാൾ ഊരി പോകുന്നില്ല. എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടിയോ അയാൾക്ക്? അത് ആ കേസിന്റെ നടത്തിപ്പിലും കേസിന്റെ കാര്യത്തിലുമൊക്കെ ചില വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ കേരളത്തിലെ ആദ്യത്തെ കേസായിരുന്നു എന്നുള്ള ഒരു കൊക്കൈൻ വെച്ചുള്ള കേരളത്തിലെ ആദ്യത്തെ കേസായിരുന്നു എന്നുള്ള പ്രത്യേകത കൂടി അതിനുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് മാത്രം നമ്മുടെ എന്താണ് MD വാസുദേവൻ നായർ പറഞ്ഞ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു, എന്റെ തൂലിക ചലിക്കുന്ന ആഴത്തിനേക്കാൾ മറ്റൊരു കഥാപാത്രം പോകില്ല എന്ന് കരുതിയിരുന്നപ്പോഴാണ് മോഹൻലാൽ സത്യനാഥന് പുതിയ മാനങ്ങൾ നൽകിയത്. മോഹൻലാൽ എന്ന പ്രതിഭയൊക്കെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ ആരായാലും ഇവിടെ ഏതെങ്കിലും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ശരി. ശ്രീ രാജചന്ദ്രനാണ് തിരുവനന്തപുരത്ത്. ശ്രീ രാജേന്ദ്രൻ, പറയൂ. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറയുന്നതേ, നമ്മുടെ ഒരു രാജ്യത്തിന്റെ പ്രത്യേകിച്ചും ഭാരതത്തിന്റെ ഒരു കരുത്തെന്ന് പറയുന്ന യുവാക്കളും യുവതികളുമാണ്. അപ്പൊ അവര് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് സിനിമാ മേഖല തന്നെയാണ്. അപ്പൊ അവിടെ ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം നമ്മുടെ MDMAയും ഈ ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും നശിക്കുമെന്നുള്ളത്. അതിനാർക്കും തർക്കവുമില്ല. അപ്പൊ ഈ ന്യൂസ് 18 പോലുള്ള ചാനലിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഈ പാവങ്ങളുടെ അഭിപ്രായത്തിനെക്കാളും സാർ ഒരു കാര്യം ചെയ്താൽ വളരെ നന്നായി. മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ മേഖലയിലുള്ള ഉന്നതന്മാരെയും ഇതേപോലെ വിളിച്ചിരുത്തി നിയമമുണ്ടാക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും MLA-മാരെയും MP-മാരെയും വിളിച്ചിരുത്തി സാർ ശാശ്വതമായ ഒരു പരിഹാരം അവിടെ നിന്നേ കിട്ടൂ. ഞങ്ങളുടെ അഭിപ്രായം കൊണ്ട് സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല ശ്രീ രാജേന്ദ്രൻ നായർ. നമ്മള്
സമൂഹത്തിൽ എല്ലാവരും അത്തരക്കാരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ സമൂഹത്തിൽ ആത്യന്തികമായി ഏതു തീരുമാനം നടപ്പാകണമെങ്കിലും അഭിപ്രായങ്ങൾ പറയേണ്ടതും എടുക്കേണ്ടതിലുമെല്ലാം വലിയൊരു പങ്ക് സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അവരുടെ വികാരങ്ങൾ ഈ അധികാരികളൊക്കെ തിരിച്ചറിയണം. നമ്മുടെ പൊതുവേദിയിൽ തന്നെ പല അഭിപ്രായങ്ങളും പറഞ്ഞ് കേരളത്തിലെ മന്ത്രിമാർ തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചറിയാൻ കഴിയണം. ജനങ്ങൾക്ക് അഭിപ്രായം തുറന്നു പറയാൻ ഒരു വേദി, അവർക്ക് അധികാരികളുടെ മുന്നിൽ തുറന്ന് ധൈര്യത്തോടു കൂടി പറയാൻ ഒരു വേദി എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ പൊതുവേദിയെ അവതരിപ്പിക്കുന്നത് തന്നെ. അപ്രീഷിയേറ്റ് ചെയ്തു സാർ, വളരെ നല്ല കാര്യമായി അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ അതിനൊരു കൾമിനേഷൻ ആവുമ്പോഴത്തേക്ക് ഒരു നിയമം ഇതിനകത്ത് ഉണ്ടാവണമെന്ന് മാത്രമാണ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിൽ കൂടി പോകേണ്ടതുണ്ട്. ജോൺ ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ജോൺ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. ആദ്യമായി ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടുള്ള പൊതുവേദിക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് വെച്ചാല്, ഇവിടെ കേരളത്തിലെ സംബന്ധിച്ച് അധികാരമുള്ളവനും പണമുള്ളവനും ഒരു നിയമം, സാധാരണക്കാരനും ഒരു നിയമം. കാരണം തൃശ്ശൂരില് ഒരു വ്യാജ മയക്കുമരുന്നിന്റെ ഒരു സന്ദേശം വന്നപ്പോഴത്തേക്ക് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു വനിതയെ പിടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് എടുത്ത മയക്കുമരുന്ന് പോലും അത് ഒറിജിനൽ അല്ലാതെ അവരെ 70 ദിവസം ജയിലിൽ അടച്ചിരുന്ന സർക്കാരും ഭരണകൂടവും ഒക്കെയാണ് ഇവിടെയുള്ളത്. എന്നിട്ട് പോലും ഇവിടെ ഉള്ള ഇപ്പൊ സിനിമാക്കാർക്കും മറ്റും പിടിച്ചപ്പോൾ അവരെ സ്വന്തം ജാമ്യത്തിൽ, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ആ കേരളത്തിൽ ശ്രീ ബാലചന്ദ്രനാണ് വിളിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് യൂട്യൂബിൽ ചില കമൻറ്റുകൾ കൂടി പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഹരീഷ് കെയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ താല്പര്യം വെച്ച് ആ വിഷയത്തിൽ എന്താണ് ഇന്ന് പ്രതികരിക്കാത്തത് എന്നുള്ള മട്ടിൽ ഇങ്ങനെ ആവർത്തിച്ച് ഒരേ സാധനം തന്നെ ആവർത്തിച്ചിടുകയാണ്. അക്ഷരത്തെറ്റില്ലാതെ ഇടാൻ ശ്രദ്ധിച്ചാൽ കൊള്ളാം ശ്രീ ഹരീഷ് കെ എന്നുകൂടി താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. വിനു പൊതുവാൾ കുപ്ലേരി, അദ്ദേഹം സമാനമായ രാഷ്ട്രീയ താല്പര്യമുള്ള ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരേ സാധനം തന്നെ ഇങ്ങനെ ആവർത്തിച്ച്, ഒരേ കമൻറ്റുകൾ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ഇതിൽ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. 10-20 പ്രാവശ്യം ഇട്ടാൽ വായിക്കുമെന്നുള്ളത് കരുതിയായിരിക്കും അവർ അങ്ങനെ ഇടുന്നത്. എന്തായാലും അങ്ങനെ ഇടുന്നത് വായിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹത്തോട് പറയാനുള്ളത്, ഒരിക്കൽ എഴുതിയതിൻ്റെ അക്ഷരത്തെറ്റൊന്ന് തിരുത്തിയിട്ട് അടുത്തത് തിരുത്തിയിട്ടാൽ കുറച്ചുകൂടി നന്നാവും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകാനുണ്ട്. ശ്രീ ബാലേന്ദ്രനാണ്. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾക്ക് പറയാം. സാർ, ഇത് പൈസയുടെ അതിപ്രസരമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് സിനിമ ലോകത്ത് ശുദ്ധീകരിക്കാൻ നോക്കി. ആ റിപ്പോർട്ട് വെച്ച് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും ഈ നിയമത്തിന്റെ പരിഗണനയിലല്ലേ? അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ നടപടികളിലേക്ക് പോകാൻ കഴിയും. ശ്രീ ഗോപകുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ ഗോപകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഞാൻ ഈ കേസിനെ കുറിച്ച് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ താഴെ തട്ടിൽ വരെയുള്ള സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ മെഡിക്കൽ കോളേജുകളിലായാലും സാധാരണ സ്കൂളിലെ കുട്ടികളിലായാലും കോളേജ് ലെവലിലായാലും ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. നിങ്ങൾ ആരോട് ചോദിച്ചാലും അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. എഞ്ചിനീയറിംഗ് കോളേജിലെ ചുറ്റുവട്ടം, ഈ കൊല്ലത്ത് തന്നെ TKM കോളേജിന്റെ ഭാഗങ്ങളിലെ, അതുപോലെ തന്നെ വലിയ വലിയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗങ്ങളിലൊക്കെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളിലും, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ ഭാഗം താമസിക്കുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളിലും ഒക്കെ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. കാര്യം ഞാൻ ഒരു മാസം ഇത്രയധികം യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ട്രെയിനിലും ഫ്ലൈറ്റിലും എല്ലാം. അപ്പൊ ഒത്തിരി ഇങ്ങനെ ഉപയോഗിക്കുന്നവരെയും ഇങ്ങനെ ക്യാരി ചെയ്യുന്നവരെയൊക്കെ ഒരുപാട് നേരിട്ട് കാണാനും ചിലരെ ഞാൻ പറയാനും എനിക്ക് കാരണം ഉണ്ടായിട്ടുണ്ട്. പലവട്ടം ഞാൻ സമൂഹത്തിന്റെ പല മേഖലകളും ഉണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പൊതുവെ എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഒറ്റ അഭിപ്രായം തന്നെയാണ് ഉയർന്നത്, സമാനമായ അഭിപ്രായം തന്നെയാണ് ഉയർന്നത്. സിനിമാ മേഖലയിൽ സ്വാധീനിക്കപ്പെടുന്ന ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരും ഒക്കെ ഏറെ സ്വാധീനിക്കപ്പെടുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത, കൂടുതൽ തിരുത്തൽ, കൂടുതൽ ശക്തമായ നടപടികൾ, അത് സിനിമയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും നിയമ നടപടികൾ അടക്കം പോരാ, സിനിമയ്ക്കകത്തു നിന്നുള്ള വലിയ ജാഗ്രതയും ഉത്തരവാദിത്വവും ഒക്കെ ഇവർ ഓരോരുത്തരും കാണിക്കേണ്ട സമയം കൂടിയാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു പൊതുവേദി പ്രേക്ഷകർ നൽകിയത്. എന്തായാലും നാളെയും ഇതേ സമയം മറ്റൊരു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി.